ഞങ്ങൾ വലിയ വ്യത്യാസത്തിന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റ കണ്ണൂരിലെ ചില നിയോജക മണ്ഡലങ്ങളിൽ പോലും അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് എല്ലാ സ്ഥലത്തും ഒഴുകിയെത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ 30 ദിവസമായി നടക്കുന്ന യാത്ര ഇന്നലെ സമാപിച്ചു. സമാപന സമ്മേളനം നാളെ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളന ഉദ്ഘാടനം മാത്രമല്ല, കേരളത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ലോഞ്ചിങ് കൂടിയാണ് നാളെ, തുടക്കം കൂടിയാണ് നാളെ ശ്രീ രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് എല്ലാ UDF പ്രവർത്തകരും UDF നേതാക്കളും ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ഈ യാത്രയിൽ കിട്ടിയത് വലിയ പ്രതികരണമാണ്. ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ വലിയ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ ജനക്കൂട്ടങ്ങളാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായത്. പല സ്ഥലത്തും ഞങ്ങൾ വലിയ വ്യത്യാസത്തിന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റ കണ്ണൂരിലെ ചില നിയോജക മണ്ഡലങ്ങളിൽ പോലും അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് എല്ലാ സ്ഥലത്തും ഒഴുകിയെത്തിയത്. അതിൽ ചെറുപ്പക്കാരുടെയും വനിതകളുടെയും ഒരു ടേൺ ഔട്ട് വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചു. ഞങ്ങൾ 25% മാത്രമാണ് രാഷ്ട്രീയം പറഞ്ഞത്. 75% സമയവും ഞാനും ജാഥ അംഗങ്ങളും ഭാവി കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. എവിടെയെല്ലാമാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടത്, അവിടെയെല്ലാം ഞങ്ങൾക്ക് കൃത്യമായ ബദൽ നിർദ്ദേശങ്ങളും സമഗ്രമായ പരിപാടികളുണ്ട്. ഞങ്ങൾ കൃത്യമായ ഗൃഹപാഠം ചെയ്ത് ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലത്തും കേരളത്തെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും എന്നുള്ളൊരു വാക്കാണ് ഈ ജാഥയിൽ ഉടനീളം ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്. അത് കൃത്യമായ പദ്ധതികളും പരിപാടികളുമാണ്, വെറും പ്രഖ്യാപനങ്ങളായിരുന്നില്ല. പഠിച്ച് തയ്യാറാക്കിയ വിദഗ്ധരായ ആളുകളുടെ കൂടി സഹായത്തോടുകൂടി തയ്യാറാക്കിയ നിരവധി പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളും ഞങ്ങൾ പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ധാരാളം പരിപാടികളാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആരോഗ്യരേഖയും വിദ്യാഭ്യാസ രേഖയും അവതരിപ്പിച്ചു. ഇനിയും വളരെ പ്രധാനമായ പ്രഖ്യാപനങ്ങൾ നാളത്തെ സമാപന സമ്മേളനത്തിൽ തീർച്ചയായും ഉണ്ടാകും. ഈ സർക്കാരിനോടുള്ള ജനരോഷം വളരെ വ്യക്തമായി പ്രതിഫലിക്കപ്പെട്ട ഒരു ജാഥ കൂടിയാണിത്. പ്രതീക്ഷയോടുകൂടിയാണ് അതേസമയം UDFനെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ആ ഉത്തരവാദിത്വം ഞങ്ങളുടെ ഹൃദയത്തിലേറ്റി അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി പ്രയത്നം ഞങ്ങൾ ചെയ്യും.